LDF സ്ഥാനാർത്ഥി എം സ്വരാജും തൃണമൂൽ സ്ഥാനാർത്ഥി PV അൻവറും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പത്രിക നൽകും. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ റോഡ് ഷോ ആരംഭിച്ചിരിക്കുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ കൂടെയുണ്ട്. ദീപക് മലയമ്മയുണ്ട്. വിശദാംശങ്ങളുമായി ദീപക്. ആവേശം അലയടിക്കുകയാണ് നിലമ്പൂരിൽ. ഇപ്പോഴിതാ NDA സ്ഥാനാർത്ഥി റോഡ് ഷോയുമായി മുന്നോട്ട് നീങ്ങുന്നു. വലിയ ആവേശം തന്നെയാണ് BJP ക്യാമ്പിലും NDA ക്യാമ്പിലും ഉള്ളതല്ലേ? വിനിത, ഇന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഉച്ചയ്ക്ക് 1:20 പത്രിക സമർപ്പിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് വൈകിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നിലമ്പൂർ നഗരഹൃദയത്തിലേക്ക് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോ എത്തുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. BJP പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനൊപ്പം അണിനിരന്നിട്ടുണ്ട്. ഒപ്പം തന്നെ NDAയുടെ കൺവീനറും ചെയർമാനും ആ ഒരു വാഹനത്തിൽ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖറും ഒപ്പം തന്നെ തുഷാർ വെള്ളാപ്പള്ളിയുമുണ്ട്. ഒപ്പം PK കൃഷ്ണദാസും ആ വാഹനത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ അനുഗമിക്കുന്നു. നേരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയെ നിർത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രാദേശിക നേതൃത്വം കൃത്യമായി നിലപാട് സ്വീകരിച്ചു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം അത്തരത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ മുന്നോട്ട് പോയാൽ അത് തിരിച്ചടിയാകുമെന്നുള്ള നിലപാടെടുത്തു. പിന്നാലെ BDJS-നോട് സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നിർദ്ദേശം BJP നൽകുകയും ചെയ്തു. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയൊക്കെ BDJS മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ BDJS-ന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലേക്ക് എത്തിയപ്പോഴേക്കും മത്സരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് BDJS എത്തുകയായിരുന്നു. പിന്നാലെയാണ് BJP തന്നെ ഒരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ ഏതാണ്ട് 4 പതിറ്റാണ്ടോളമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന നിലവിൽ ചുങ്കത്തറയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു. ഇന്നലെയാണ് അദ്ദേഹം BJP-യിലേക്ക് അംഗത്വം എടുക്കുന്നത്. ആ അംഗത്വം എടുത്തതിന് പിന്നാലെ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് പോവുകയാണ്. അല്പസമയത്തിനൊക്കെ തന്നെ നിലമ്പൂരിലെ താലൂക്ക് ഓഫീസിലെത്തി അവിടെ ഉപവരണാധികാരിക്ക് മുൻപിൽ ആ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. വലിയ വിജയപ്രതീക്ഷ എന്നതിനപ്പുറത്ത് ഒരു സാന്നിധ്യം BJP-യുടേത് അത് നിലമ്പൂർ മണ്ഡലത്തിൽ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമായി BJP കാണുന്നത്. നേരത്തെ തുഷാർ വെള്ളപ്പള്ളിയൊക്കെ നമുക്ക് നൽകിയ പ്രതികരണം പോലെ ഇവിടെ പല വിധത്തിൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്നുള്ളൊരു നിലപാട് അത് ആവർത്തിക്കുക, ഒരു ക്രൈസ്തവ കാൻഡിഡേറ്റിനെ മുന്നോട്ട് വയ്ക്കുന്നതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യമിടുക, ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ തരത്തിലാണ് ഇപ്പോൾ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു വോട്ട് ബാങ്ക് അത് BJP സംബന്ധിച്ച് അത്രത്തോളം നിലമ്പൂർ മണ്ഡലത്തിൽ ഇല്ല എങ്കിൽ പോലും കിട്ടാവുന്ന വോട്ടുകൾ അത് ഏതൊക്കെ മേഖലകളിൽ നിന്നാണെങ്കിലും അത് ആർജിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മോഹൻ ജോർജ് പത്രികാ സമർപ്പണം പൂർത്തിയാക്കും. മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൽ അത്ര കണ്ട് വോട്ടില്ലെങ്കിലും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുൻനിർത്തി ആവേശകരമായ ഒരു പോരാട്ടത്തിലേക്ക് അണികളെയും പ്രവർത്തകരെയും ഒക്കെ എത്തിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടിയുണ്ട്. ഇപ്പോൾ നിലമ്പൂരിലെ നഗരത്തിലേക്ക് പൂർണ്ണമായും എത്തിയിരിക്കുന്നു. ഏതാണ്ട് ഇവിടെ നിന്ന് 3 കിലോമീറ്റർ കൂടി ദൂരം ഇനിയിപ്പോൾ ഈ താലൂക്ക് ഓഫീസിലേക്ക് ഉണ്ട്. ജ്യോതിപ്പടിയിൽ നിന്നാണ് ഈ ഒരു റോഡ് ഷോ ആരംഭിച്ചത്. അതിനിപ്പോൾ 3 കിലോമീറ്റർ കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ അത് താലൂക്ക് ഓഫീസിലേക്ക് എത്തും. തുടർന്നായിരിക്കും പത്രികാ സമർപ്പണം ഉണ്ടാവുക. എന്തായാലും BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തിയാണ് BJP ഔദ്യോഗികമായി പ്രചാരണ പരിപാടിയിലേക്ക് കടക്കുന്നത്. മാർത്തോമാ സഭ കൗൺസിലിലെ അംഗവും കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെതടക്കം മലയോര മേഖലയിലെ ജനങ്ങളുടെ വോട്ടുകൾ ആകർഷിക്കാൻ കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടൽ BJP-യെ സംബന്ധിച്ചുണ്ട്. നേരത്തെ തന്നെ LDF-ഉം UDF-ഉം ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കും എന്നുള്ള നിലപാടായിരുന്നു BJP സ്വീകരിച്ചിരുന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിലേക്ക് എത്തുന്നതും പെട്ടെന്നുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നതും മോഹൻ ജോർജിനെ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ആ നിലയ്ക്ക് ഒരു പോരാട്ടം കാഴ്ചവെക്കുക, ഒരു സാന്നിധ്യം കൃത്യമായി അറിയിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായി BJP മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ആ നിലയ്ക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായ പ്രചാരണ പരിപാടികളിലേക്ക് കടക്കും എന്നുള്ളത് കൂടിയാണ്. BDJS ഉൾപ്പെടെ ഇതിനോടകം തന്നെ പിന്തുണ അറിയിച്ച രംഗത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ നിലയ്ക്ക് ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ഇപ്പോൾ BDJS-ന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷേട്ടാ സജീവമായിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും ഈ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന്റെ അവസാനം വരെ നമ്മളുണ്ടോ. എത്രത്തോളം വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ?